അങ്ങനെ എമ്പുരാൻ എന്ന സിനിമയിലെ വില്ലൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായില്ലേ. സാക്ഷാൽ മോഹൻലാൽ തന്നെ എമ്പുരാൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ മെയിൻ വില്ലൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. അത് മറ്റാരുമല്ല, ബോളിവുഡ് കിങ് ഖാൻ സാക്ഷാൽ ഷാറുഖ് ഖാൻ ആണ് എമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ വില്ലൻ എന്നാണ് ഈയിടെയുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായത്. എന്നാൽ ഷാറുഖ് ഖാനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം പൃഥ്വിരാജ് എന്ന ഡയറക്ടറിന് ഇഷ്ടപ്പെടാതെ അദ്ദേഹം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള രീതിയിൽ മോഹൻലാൽ ഈയിടെ പറയുകയുണ്ടായത്. അതായത് എമ്പുരാനിലെ വില്ലൻ ആരാണെന്ന് ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു മറുപടി നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ട്രോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എമ്പുരാൻ എന്ന സിനിമയിലെ വില്ലൻ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു നമുക്ക് എല്ലാവർക്കും. L2 എമ്പുരാൻ എന്ന മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമയുടെ ഈ ഒരു പോസ്റ്റർ റിലീസ് ആയപ്പോൾ തൊട്ട് നമ്മളിൽ പലരും ഈ സിനിമയിലെ മെയിൻ വില്ലൻ ആരാണെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് L2 എമ്പുരാൻ എന്ന സിനിമയിൽ ഈ പോസ്റ്ററിൽ കാണുന്ന വ്യക്തി ആരാണെന്നുള്ള കാര്യം. നമ്മളിൽ പലരും ഇതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞത് ഇത് സാക്ഷാൽ മമ്മൂട്ടിയാണ് ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയി വന്നിട്ടുള്ള ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഇതിന്റെ ഒരു ബാക്ക് സൈഡ് നോക്കിയപ്പോൾ രൂപസാദൃശ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഫഹദ് ഫാസിലാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടർ ഈ ഒരു സിനിമയിലെ വില്ലനായിട്ട് അഭിനയിക്കുന്നത് ഫഹദ് ഫാസിലാണെന്നുള്ള അഭ്യൂഹം പരത്തുകയുണ്ടായി. എന്നാൽ പിന്നീട് നമ്മളിൽ ചിലർ പറയുകയുണ്ടായി എമ്പുരാൻ എന്ന സിനിമയിലെ വില്ലൻ മലയാള നടന്മാർ ആരും തന്നെയല്ല, അത് ബോളിവുഡിലെ ഏതെങ്കിലും സൂപ്പർ താരമായിരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ അതിനുശേഷം മറ്റു ചിലർ പറയുകയുണ്ടായി എമ്പുരാൻ എന്ന സിനിമയിലെ മെയിൻ വില്ലനെ അവതരിപ്പിക്കുന്നത് ഒരു ഇന്ത്യൻ നടനെയല്ല, അതൊരു ഫോറിൻ ആക്ടർ ആയിരിക്കുമെന്നാണ് മറ്റു ചിലർ പറയുകയുണ്ടായത്. എന്നാൽ എമ്പുരാൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയതിനു ശേഷം നമ്മളിൽ പലരും പല അനുമാനങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എമ്പുരാൻ എന്ന സിനിമയിലെ വില്ലൻ ശരിക്കും ദൈവപുത്രൻ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് രാംദാസിന്റെ മകനായിട്ടുള്ള ജതിൻ രാംദാസ് ആണ് എമ്പുരാൻ എന്ന സിനിമയിലെ വില്ലൻ എന്നുള്ള അഭ്യൂഹങ്ങൾ നമ്മൾ പറഞ്ഞു പരത്തുകയുണ്ടായി. അതായത് എമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ മെയിൻ വില്ലനായിട്ട് വരുന്നത് സാക്ഷാൽ ടൊവിനോ തോമസ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പരത്തുകയുണ്ടായി. എന്നാൽ നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് എമ്പുരാനിലെ വില്ലൻ ആരാണെന്നുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും എമ്പുരാനെ പോലെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ നമ്മുടെ മലയാള സിനിമയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതിലെ വില്ലൻ ആരായിരിക്കും എന്നുള്ള കാര്യമാണോ? എമ്പുരാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.